ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. അപ്പകൽ ഭേദമില്ലാതെ അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ ജനങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുമളിയിൽ കുട്ടികളടക്കം 4 പേർക്കും ഇന്നലെ മറ്റു സ്ഥലങ്ങളിലായി 6 പേർക്കും നായയുടെ കടിയേറ്റു. നായശല്യം രൂക്ഷമെങ്കിലും സംസ്ഥാനത്ത് വന്ധീകരണ കേന്ദ്രമില്ലാത്ത ഏക ജില്ല കൂടിയാണ് ഇടുക്കി. ജൂൺ മാസം നായയുടെ കടിയേറ്റ് 318 പേർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരും വളർത്തായയുടെ കടിയേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നു. തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുമ്പോഴും സംസ്ഥാനത്ത് എബി സെന്ററില്ലാത്ത ഏക ജില്ലയായി ഇടുക്കി ജില്ല തുടരുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറി മാസങ്ങൾ പിന്നിട്ടപ്പോഴും ABC സെന്റർ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇതിനു പുറമെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ജില്ലയിലെ പല പ്രധാന സർക്കാർ ആശുപത്രികൾ പോലും ലഭ്യമല്ലെന്നും പരാതിയുണ്ട്. ആവശ്യമുള്ളപ്പോൾ നടത്താൻ ഓടി ചെന്ന് കയറാൻ പറ്റിയ രാഷ്ട്രീയമാണ് 24 hours എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നു. അവരുടെ മതിലിന്റെ ഫ്രണ്ടിൽ ഒരു പട്ടിയുടെ പടവും വരച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി നടക്കണം. നമ്മുടെ ഇത് വയ്ക്കുന്നത് ആരാ നടത്തേണ്ടത്? അവരാണ് നടത്തേണ്ടത്. അവരുടെ ഡോക്ടറില്ലേ. പിന്നെ നമ്മളിവിടെ പോയി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പട്ടി കടിക്കാൻ വരുമ്പോൾ പട്ടി കടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പട്ടി കടിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആരാ ചെയ്യേണ്ടത്? നമ്മളല്ല ചെയ്യേണ്ടത്. അത് ഇവിടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഉള്ളപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ നേതൃത്വം നിൽക്കുന്ന അത് പഞ്ചായത്ത് ഭരണസമിതിയാണ്. തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിൽ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം പാളിയതാണ് നായശല്യം രൂക്ഷമാകാൻ പ്രധാന കാരണം. വന്ധീകരണം നിലച്ചതോടെ അലിഞ്ഞുതിരിയുന്ന നായ്ക്കൂട്ടം ജില്ലയിൽ പലയിടത്തും പതിവ് കാഴ്ചയായി. ഇതിനു പുറമെ ശാസ്ത്രീയമായ അറിവുശാലകളുടെ അഭാവവും അലക്ഷ്യമായ മാലിന്യങ്ങളുമെല്ലാം തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകാൻ ഇടയാക്കുന്നുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.